സിനിമയുടെ വ്യാജപ്പതിപ്പുകൾ വിപണിയിൽ. പുതിയതായി ഇറങ്ങിയ 3 സിനിമകളുടെ പതിപ്പുകളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. ഈ കള്ളന്മാരാണ് ഈ കാശ് ഉണ്ടാക്കാൻ വേണ്ടി സിനിമാക്കാരെ. ഇതാണ് സിനിമ ലോകം വളരാത്തത്. ഇങ്ങനെ പ്രിന്റിന്റെ പരിപാടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാനൊക്കെ ഇനി സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ എന്നാ ചെയ്യണ്ടേ? എന്താണ് അല്ലെന്നേ ആ വ്യാജ പതിപ്പൊക്കെ ഇല്ലേ? നിനക്കത് അറിയാത്തത് കൊണ്ടാ. എന്താണ്? അതുകൊണ്ട് ആ പതിപ്പുകൾ ഉണ്ടാക്കി ഇവിടെ കോടികൾ കൊയ്യുന്നവരായി നാട്ടിലുള്ളത്. അങ്ങനെ പറയരുത്. അത്ര ഒന്നും കാശുണ്ടാക്കാൻ പറ്റില്ല. അത്ര ഇതായിട്ട് പറയാൻ കാരണം ഉണ്ടെന്ന് വെച്ചോ, എന്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് എന്റെ നാട്ടില്. അവനെ സ്വന്തമായിട്ടൊരു 5 സെന്റ് സ്ഥലം പോലും ഇല്ലാത്തവനാ. ഇപ്പൊ അവൻ എന്താന്നറിയോ? കോടീശ്വരൻ ഞങ്ങളെ നാട്ടിലെ. ഒന്ന് പോന്നു ചുമ്മാ തന്നെ. അങ്ങനെ ഈ വ്യാജ പതിപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിന്നെന്താ വിചാരിച്ചാ, അവൻ ഒരു മൊബൈൽ വെച്ച് തുടങ്ങിയിട്ട് ഇപ്പം കേരളത്തിലല്ല, തെന്നിന്ത്യ മുഴുവൻ ഹോളിവുഡ്, ബോളിവുഡ്, ഹോളിവുഡ് മൊത്തം സിനിമകളും ഓരോ സ്ഥലത്തുനിന്നും മൊബൈൽ വെച്ച് പിടിച്ച് ആൾക്കാരെ വെച്ച് അവന്റെ ഇതിൽ എനിക്കിപ്പോ നോക്കണ ഇപ്പൊ വ്യാജപ്പതിപ്പിലുള്ള തൊഴിലാളികൾ തന്നെ ഒരു 10-15 ലക്ഷം പേര് വരും. ആണോ? അല്ല, അതിന്റെ ഒരു ഐഡിയ കിട്ടുമായിരിക്കും നമുക്ക്. ഇത് ആദ്യം കഥ കേക്ക്. എന്നിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ കോടികൾ. ഇപ്പൊ ഞങ്ങളവിടെ മേലെ ഒരു പറമ്പുണ്ട്, 50 ഏക്കർ. ഇപ്പൊ മൊത്തം എടുത്ത് ഇപ്പൊ അവന്റെ ഒരു റിസോർട്ടായതിനുള്ളില്. ഇപ്പൊ അവനെ കാണണം, നമ്മള് അന്തിച്ചു പോകും, നോക്കിയാണ് നിന്ന് പോകും. എന്നാ ഞാനും ചെറുതായിട്ട് ഇതിന്റെ ഒരു ബിസിനസ് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ. അതൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് അതിന്റെ അന്ന് അവൻ എന്റെ അടുത്തൊക്കെ ടിപ്സ് ഒക്കെ ചോദിക്കാറ്, ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു. അതാ പറഞ്ഞത്. ഇന്നിപ്പോ അവന്റെ ഒരു കയ്യില് നിയമവും കോടതി, ഇനി ഒരു കയ്യില് പോലീസുമാണ്. മനസ്സിലായോ? അത്ര കണക്ഷൻ. അത്ര കേന്ദ്രത്തിൽ വരെ പിടിയുണ്ട്. ഇപ്പൊ അടുത്തൊന്ന് പിടിച്ചു കുലുക്കിയിട്ടുണ്ടായിരുന്നു, കേട്ടില്ലായിരുന്നു മന്ത്രിസഭയില്? അല്ല, അത് പോട്ടെ. 4-5 ആൾക്കാർ വീണ്ടും എന്നാ പറഞ്ഞു. ഈ ഒരു കേസ് സെറ്റ് ചെയ്താലാ കണക്ഷനിൽ അത് നമുക്ക് വേണമെങ്കിൽ ശരിയാക്കാം. ഏതാണെങ്കിലും ഞാൻ പ്രിന്റ് എടുത്ത് ഞാൻ ബിസിനസ് ആക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഓക്കെയാണ് സംഭവം. ഞാൻ ഒരു ചെറിയൊരു സാധനമായിട്ട് അവിടെ പോയിരിക്കാം. നല്ല മൊബൈലായിരിക്കണം. അത് പോയിരുന്ന് ഈ 10, 3000, 5000 പേരുള്ള സ്ഥലത്ത് പോയിരുന്നു താൻ ഈ ചെറിയൊരു സാധനം വെച്ചിരുമ്പോ ആര് കാണാനാ? ശരിയാ. എന്നിട്ട് അന്ന് നിരത്തി വിടുക. അതിനാണ് ഇപ്പൊ പ്രയാസം. എത്ര ഇതുണ്ട്. അപ്പൊ ഒരു കാര്യം, താൻ ഇതൊക്കെ ചെയ്തിട്ട് പോവാ. എനിക്ക് മോക്കുള്ള എന്താ പറയാ വൈകുന്നേരത്തേക്കുള്ളൊരു ഉപ്മാവ് ഉണ്ടാക്കാനുണ്ട്. അതുണ്ടാക്കട്ടെ. രാവിലത്തെ ഇഡ്ഡലിയുടെ ആല ഉണ്ടാക്കിട്ട് വരാം. അപ്പൊ ഇത് പൊളിക്കാം. ഹലോ, മുത്തൊണ്ണ എവിടെയാ? വയ്യാണ്ട നിങ്ങൾ എന്നെ കൊണ്ടുപോണ്ട സിനിമയ്ക്ക് പോയില്ലേ? ഞാനൊക്കെ അറിഞ്ഞു. നിങ്ങൾ അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലോ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവാ അല്ലേ? അവിടെ കൊണ്ടുപോയാ? അവിടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. കാണട്ടെ അവിടെ ഞാൻ. എന്നാലും നിങ്ങൾ സിനിമയ്ക്ക് എന്നെ കൊണ്ടുപോയില്ലല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് പറയാട്ടാ. പോയി അവിടെ നിന്ന് വെച്ചിട്ട് പോയ ഫോണ്. ഒറ്റയ്ക്കാ? ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ എങ്ങനെയൊക്കെ നിൽക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടേ? മുത്തോണ്ണൻ എവിടെ? മുത്തോണ്ണൻ അല്ല, മുത്തോണ്ണനെ ഒരു സിനിമയ്ക്ക് പോയിരുന്നു. നല്ല സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, സിനിമയ്ക്കൊക്കെ പോകണം. ഒറ്റയ്ക്കല്ലേ? എന്നെ കൂട്ടാണ്ടേ സിനിമയ്ക്ക് പോയേ? അതാണ് പ്രശ്നം. ചിലർക്കൊക്കെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്ന ഇഷ്ടം. ഞാൻ പിന്നെ ആരെങ്കിലും കേട്ടാ സിനിമയ്ക്ക് പോവാറ്. എന്നിട്ടോ എന്റെ അനിയത്തില്ലേ, അവള് പോലും പറഞ്ഞില്ല അവളെ കൂട്ടിട്ടാ സിനിമയ്ക്ക് പോയത്. അന്നേരം പിന്നെ എങ്ങനെ ഒറ്റയ്ക്കാവുന്നു? അവർ രണ്ടുപേരും കൂടെ അല്ലേ പോയത്? ഓ, ഒരുപാട് വിഷമം പറയുമ്പോൾ തമാശ. സിനിമയ്ക്ക് പോവാത്തതാണ് പ്രശ്നം. അതെ, സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പോകുന്നില്ല പ്രശ്നം. ഒരുമിച്ച് പോയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. അതെ, എനിക്ക് സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം. പക്ഷെ എന്നാലും എനിക്കൊരു പേടിയുണ്ട്, അതാണ് പ്രശ്നം. അല്ല, എന്റെ കൂടെ വരാതിരിക്കുന്നതല്ലേ? അതെന്താ? കാരണം നമ്മള് സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയെന്ന് കാണുമ്പോ കുറെ പേര് ക്യാമറയും പൊക്കി പിടിച്ചോണ്ട്. ഓ, അപ്പൊ നിങ്ങൾ സെലിബ്രിറ്റി ആയിരുന്നു അല്ലേ? ചെറുതായിട്ട്. എന്നാലും മുത്തോണ്ണ സിനിമയ്ക്ക് കൊണ്ടില്ല. നല്ല സിനിമയായിരുന്നു അത്. ഇപ്പൊ ഇത്ര വലിയ പ്രശ്നമാണോ? എന്നാലും എന്നെ കൂട്ടാണ്ട് സിനിമയ്ക്ക് പോയില്ലേ മുത്തോണ്ണൻ? ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ എന്റെ കയ്യിൽ കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്. ഏത് സിനിമയുള്ളേ? ഏത് സിനിമയൊക്കെ വേണം? എനിക്ക് കൊറേ സിനിമ വേണം. ഞാൻ കുറച്ച് ലിസ്റ്റ് തരട്ടെ, എനിക്ക് ആ സിനിമയ്ക്ക് തരുമോ? അത് ഞാൻ റെഡിയാക്കി തരാം. ഹലോ എടാ അത് തിരക്ക് കൂടുതലുള്ള ഷോയ്ക്കൊന്നും വേണ്ട. നമുക്ക് അത് കുഴപ്പമില്ല. കോർണർ വേണ്ട, സെൻറ്ററാണ് ബെറ്റർ. സെൻറ്റർ മതി, സെൻട്രൽ സീറ്റ്.
ഇല്ലില്ല. ആ കുഴപ്പമൊന്നുമില്ല. ശരി 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 ഓക്കെ. കോർണർ സെന്റർ എന്നൊക്കെ പറയുന്നു. അല്ലടാ, ഞാൻ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഏത് പടത്തിന്? അപ്പോൾ ഏത് പടത്തിനാണെന്ന് ഞാൻ നിന്നോട് പറയണം. ഇപ്പം കൊള്ളാം എടാ, ഒരു പടത്തിന് നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള പടങ്ങൾ കണ്ടില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആവില്ല. പിള്ളേരടിച്ച് കയറുക ഇല്ലേ? പിള്ളേരടിച്ച് കയറുന്നതിന് 2 ടിക്കറ്റ് എന്നൊക്കെ പറയുന്നത് എന്തിനാ? 2 സീറ്റ് മലന്ന് കിടന്ന് കാണാനാണ്. എടാ 2 ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം എന്താ പറയണേ? എടാ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല. നീ എന്താ 2 ടിക്കറ്റ്? ഞാൻ വേറെ 2 ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോടാ. അല്ലെങ്കിൽ ഇതിടെ ഞാനൊരു സിനിമയ്ക്ക്, നീ എന്താണെന്ന് പെണ്ണുമ്പിള്ളയായിട്ട് സിനിമയ്ക്കൊന്നും പോകണില്ല. ഞാനെങ്കിലും സിനിമ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രോജക്റ്റ് ഒന്നും അപ്ഡേറ്റ് ആവില്ല. നീ ഇവിടെ ആരുടെ വരുമാനത്തിലാണ് ജീവിക്കുന്നത്? നിന്റെ വരുമാനത്തിൽ ജീവിക്കുന്നത്? എടാ നിനക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ ഈ പടം കാണുന്നത്. പടം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് കണ്ടന്റുകൾ കിട്ടത്തുള്ളൂ. നിന്റെ അടുത്ത് ഇല്ല കടയിൽ പോയിട്ട് 50 രൂപയുടെ മലക്കറി മേടിക്കാൻ പറഞ്ഞ കാശില്ലെന്നല്ലേ പറഞ്ഞു? നിനക്ക് ടിക്കറ്റ് മേടിക്കാൻ വിടുന്ന കാശ് വന്നത്? എടാ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കിയത്? എന്റെ പേഴ്സിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ആഹാ, അപ്പൊ നമ്മളെ കൂടെ ഇപ്പൊ വിശ്വാസമില്ല. എടാ എനിക്ക് പടം കാണണമെന്ന് തോന്നുമ്പോ ഞാൻ പടം കാണാൻ പോകും. ടിക്കറ്റ് നിന്റെ പേഴ്സിന്റെ അകത്തെ കാശ് ഞാൻ എടുത്തില്ല. നീ ഒന്ന് പോയി നോക്കും. നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല ഞാൻ പോകണം. അല്ല, നിന്റെ കൂടെ 2 ടിക്കറ്റ് എടുത്ത് ചിരിക്കാൻ വേണ്ടി ആരാ ഉള്ളത് അതിന്? എടാ ആരെങ്കിലും ആയിക്കോട്ടെടാ. ഈ പഞ്ചായത്തിലുണ്ട്. എനിക്കൊരു പുതിയ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് നീ ഞങ്ങൾ കൂട്ടിക്കും. എനിക്ക് വയ്യ, എന്റെ ദൈവമേ സ്തോത്രം. ഞാൻ പോകട്ടെ. തിരക്കെന്ന് പറയണേ ചിഞ്ചു മോളെ. ഞാൻ പറയാം. ഇങ്ങനെയൊക്കെ മുട കൂടി ഇവിടെ എന്റെ ചെലവിൽ താമസിക്കുന്നവനൊക്കെ എന്തിനാ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലേലും? ഇവരുടെ നമ്പരും ഇല്ല. ഇത് എവിടെ പോയി കിടക്കണം? ആപ്പ് ഒന്ന് അയച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ വിളിച്ച് ചോദിച്ചാലോ? അല്ല വേണ്ട, അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സീനാ. ഞാൻ നിന്നെ നോക്കിയാലേ ഇവിടെ നിൽക്കുന്നത്. നിന്റെ നമ്പർ എന്റെ ഉണ്ടോ? ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. പറഞ്ഞ പോലെ നിന്റെ ലിസ്റ്റിലുള്ള ഏറെക്കുറെ എല്ലാ പടവും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ട സിനിമ ഇതിലുണ്ട്. ഉണ്ട്. ഇത് ഞാൻ ടെലഗ്രാമിന്റെ ഐഡിയ നിന്റെ നമ്പറില്ലാത്താറും വിളിക്കാൻ പറ്റിയില്ല. അയ്യോ, ചാർജ് ഇല്ലാത്തോണ്ട് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക ഫോണ്. ആണോ? എന്താണെങ്കിലും സെറ്റ് ചെയ്യാം. എങ്ങനെ സാധിച്ചു? അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാ. ഇതൊക്കെ ഞാൻ എന്തോ കഷ്ടപ്പെട്ട് റെഡിയാക്കി എടുത്താന്ന് അറിയാവോ? പിന്നെ ഇതിന്റെയൊക്കെ സ്മരണ വേണം. എന്തായാലും എനിക്ക് സന്തോഷേ. അവർക്ക് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അവരെന്നെ കൂട്ടേണ്ട സിനിമയ്ക്ക് പോയി ഞാൻ എല്ലാ സിനിമയും കാണും. അതാണ് ഇവിടുത്തെ കാര്യം. നമുക്ക് റെന്റ് അടയ്ക്കേണ്ട സമയമായി. അതുകൊണ്ടോ ചോദിച്ചാൽ എവിടുന്ന് മേടിച്ചത്? ഇത് സ്വർണ്ണമല്ല, ഇനി പണയം വയ്ക്കാൻ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ആകെ ഈ ചെയിൻ ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ തിരിച്ചു തരും. എൻ്റെ ദൈവമേ, EMI എല്ലാം കൂടി നമ്മൾ എന്താ ചെയ്യാ? ഒരു പിടിയില്ല. എന്നെ കൊണ്ട് ഓടില്ല കേട്ടോ. തമിഴിനെ ഇപ്പൊ കയറി വരും. എന്തേലുമൊക്കെ കള്ളതരം പറഞ്ഞാൽ ഇത്ര നാളെ ചാടിച്ചോണ്ടിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, സിനിമയൊക്കെ നല്ലതാ, പക്ഷേ ചെറിയൊരു ജോലിയും കൂടെ നോക്കിക്കൂടെ? പറ്റുന്നില്ല എന്നെ കൊണ്ട്. ഈ വണ്ടി വിചാരിച്ച പോലും ഒന്നുമല്ല. ഞാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടായിരിക്കും. എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റുന്നില്ല. വീട്ടിൽ ഞാൻ കൊണ്ടുപോട്ടെ. എന്ത് വീട്ടില്? ഞാൻ വീട്ടില്. ഞാൻ എന്ത് പറഞ്ഞ വീട്ടിലേക്ക് പോണേ? എന്താ പ്രശ്നം? ഒരു ടെൻഷനും ഇല്ല, ജീവിക്കാൻ പറ്റിയ ഒരാളല്ലേ. എന്തിനാണ് ടെൻഷനൊക്കെ? നാളെ വാടക കൊടുക്കണം. നിനക്ക് എന്താ ടെൻഷൻ? നിനക്ക് സുഖിക്കാൻ ഇവിടെ റൂമുണ്ട്, കിടക്കാൻ ഇതുണ്ട്, ആഹാരമുണ്ട്, വ്യവസ്ഥയുണ്ട്. അല്ല, എനിക്കിപ്പോ എത്ര രൂപയുടെ ആവശ്യമുണ്ട്? എത്ര പറഞ്ഞാലും കിട്ടുമോ? അല്ല, ഇപ്പൊ എത്ര രൂപയുടെ ആവശ്യം ഉണ്ടെന്ന്? ഇപ്പൊ അർജന്റായിട്ട് അയാളുടെ വാടക കൊടുക്കണം, ഇവിടെ പണം എടുക്കണം, മറ്റേ EMI അടക്കണം, പിന്നെ കടുവിന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ച് കൊടുക്കണം. ഒരു 50 രൂപ ഉണ്ട്. 50 രൂപ അത്രയല്ലേ ഉള്ളൂ? ആ ഓക്കെ. പിന്നെ ആ തലയാട്ടിലുണ്ട് എപ്പോൾ എടുത്ത് തരണമല്ലേ. നിനക്ക് നിന്റെ മൊബൈലിൽ ഒരു സന്ദേശം വന്നു നോക്ക്. വന്നല്ലോ. അമ്മോട് വിളിച്ച് എങ്ങനെ ചോദിക്കുക? സൗഹൃദം എന്നൊക്കെ പറഞ്ഞാണല്ലോ, എനിക്കതൊക്കെ വലിയ സംഭവമാണ്. മനസ്സിലായോ? ഈ കാശ് എന്ന് പറയുന്ന സാധനം അത് ഉണ്ടെങ്കിൽ നമുക്ക് ചിലവാക്കാൻ മടിയൊന്നുമില്ല. 50,000 50,000 50,000 തന്നെയല്ലേ? പോലീസുകാർ വരും ഇങ്ങോട്ട്. എന്തിന്? എവിടുന്ന? സത്യം പറഞ്ഞു. എടാ, ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് അതാ.
എടാ നീ എന്തിനാണ് ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? 50 രൂപ തികച്ച് നിന്റെ ജീവിതത്തിൽ കണ്ടില്ലാത്ത 50,000 രൂപ എങ്ങനെയാണ് എൻ്റെ അക്കൗണ്ടിൽ വന്നത്? ഇതൊക്കെ എവിടുന്നാ? ഇതിപ്പോ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ പറ്റിയത്? ഇപ്പം നിന്റെ ആവശ്യങ്ങൾ നടന്നു. ഞാനേ സമയം കളയണ്ടെന്നാലേ പേയ്മെന്റ്സ് ഒക്കെ നടത്തട്ടെ. എന്നാലും അല്ലെങ്കിൽ അവൻ സൂപ്പറാ, ഞാൻ പറയാറില്ല ഇടയ്ക്ക്. ആ ഒരു 10 മിനിറ്റ് തന്നെ പറയുന്നുണ്ടായിരുന്നില്ലേ? ആ അത് ഹലോ, ആ ശരി ശരി ശരി, സെറ്റ് ചെയ്യും. വേറെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നു, സെറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നു. എന്തൊരു വ്യത്യാസം ഉണ്ടല്ലേ. ഇവനെങ്ങനെ ഇങ്ങനെ റിച്ചായേ? ഇവനിനി ഷെബ്രഹാം ഖുറൈസി വല്ലതും ആണോ? അതാരാ?